നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ 2 വർഷം ഓണം സെലിബ്രേഷൻ 2023 നമുക്ക് മിനിസ്റ്റർ രാജാവിനെ കൊണ്ടുവരാൻ പറ്റി. സതീഷ് IPS ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, ദേവിദാസ് വാര്യ, പ്രമുഖ വ്യക്തികളെ കൊണ്ടുവന്ന് നമ്മുടെ ഫംഗ്ഷൻ കളർഫുള്ളാക്കുന്നതിന് സഹായിച്ച പവിഴം ഗ്രൂപ്പിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. പരിപാടികളെല്ലാം വൻ വിജയത്തിൽ എത്തിക്കുന്നതിന് നിങ്ങളെല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനം വളരെയധികം സഹകരിച്ചിരുന്ന ഈ സമയത്ത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അതിന്റെ ഉദാഹരണങ്ങൾ ഇത്രയും കാണിച്ച താല്പര്യം വളരെ നല്ല രീതിയിൽ നടന്ന ആ 3 വർഷത്തെ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇനി വരാൻ പോകുന്ന കമ്മിറ്റിക്കാരെ ആശംസിക്കുന്നു. ഇവിടെ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ അഭിപ്രായമാണ് പഴയ ആക്ടിലൊന്നുമില്ല. അത് അവർ കമ്പനീസ് ആക്ടിന്റെ ഒരു മിനിയേച്ചറാണ് തമിഴ്നാട് സൊസൈറ്റി രജിസ്ട്രേഷൻ. അതിൽ വ്യക്തമായിട്ട് എന്താണ് സ്പെഷ്യൽ റെസ്ട്രിക്ഷൻ, വയലാമൽമെന്റ് എങ്ങനെ കൊണ്ടുവരണം, സ്പെഷ്യൽ റെസ്ട്രിക്ഷൻ ആയിട്ട് തന്നെ കൊണ്ടുവരണം, 21 ദിവസത്തെ നോട്ടീസ് കൊടുക്കണമെന്നൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിപ്പം 75% അത് അപ്രൂവ് ചെയ്യണം. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോകണം. നല്ലൊരു എല്ലാവരും വളരെ കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് കാര്യങ്ങളല്ല. ഇന്നത്തെ നല്ലൊരു അറിഞ്ഞ് പങ്കെടുക്കാതിരുന്നു. ഒരു തോന്നലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, ശ്രമിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാരണം കൺസർവേഷന് എന്തുകൊണ്ടാണ് വേറെ ഒരു കാരണം അതിലില്ല. രണ്ടാമത് എന്ന് പറഞ്ഞ് കാണുമ്പോഴുള്ള സന്തോഷം കൂടുതലും. കാരണം മുമ്പ് കണ്ട ഏറ്റവും നല്ല പങ്കാളിത്തവും എല്ലാവരുടെ പാർട്ടിസിപ്പേഷനും ഇല്ലെങ്കിൽ വളരെ സന്തോഷപൂർവ്വമായിട്ടൊരു കാഴ്ചയാണ് കാണുന്നത്. അതിൽ വളരെ സന്തോഷവും പിന്നെ അതിൽ ഇന്ന് വന്നതിലും പ്രത്യേക ഒരു സന്തോഷമുണ്ട്. കാരണം തിരിച്ചു വന്നതിന് വരുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അതുപോലെ. അപ്പം എല്ലാവർക്കും രൂപമെന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഡിസ്കഷൻ ഉണ്ടായി. നമുക്ക് ബൈലോയിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ട്. ആ പാളിച്ചകളെ കറക്റ്റ് ചെയ്ത് ബൈലോ കമ്മിറ്റിക്കാനായിട്ട് EGയെ വിളിച്ചു. 6 മാസത്തിനുള്ളിൽ EGയെ വിളിച്ചു. EGയെ വിളിച്ചു. Yes, ready. They recommended going to the Kerala government. Another 7. George Anthony H. Malayali Consul, Mr. Karki Casey Anthony. General Secretary. Joint Secretary Mr. PC Muralidharan. Treasurer Mr. M.P. Jayan.
ഫംഗ്ഷൻ വളരെ ഗംഭീരമായി നടത്തി തന്ന വാർഡിയാർ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് രജിസ്ട്രാർ അവർ അദ്ദേഹം ഒത്തിരിയേറെ ദൂരത്ത് നിന്ന് പട്ടേലിയുടെ സഹായമില്ലെങ്കിൽ ഇവിടെ എത്താൻ സാധിക്കില്ല. അതല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും സഹായിച്ചാൽ എത്ര ദൂരത്തിലും ആണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം എത്ര പാടുപെട്ടും നമ്മുടെ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട വളരെ ഭംഗിയായി തന്നെ ജനറൽ നടത്തിയവർക്കും എൻ്റെ നന്ദിയോട് നമ്മുടെ ഇനി എനിക്ക് അധികം പറയാനുണ്ട്. ഇങ്ങനെ ചുരുക്കി പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ FCMA പറ്റി സംസാരിക്കുമ്പോൾ FCMA എന്ന വാക്ക് ഉച്ചരിക്കാൻ തന്നെ നമുക്ക് സാധിച്ചത് നമ്മുടെ ഫൗണ്ടർ പ്രസിഡന്റ് സണ്ണിച്ചേട്ടൻ. ആദ്യം മുതൽ ഇന്ന് ആരും തന്നെ ജീവിച്ചിരിക്കില്ല. ഞാൻ മാത്രം ആ രീതിയിൽ ഞാനും സണ്ണിച്ചേട്ടൻ തീരുമാനം ഞങ്ങൾ പോയി സണ്ണിച്ചേട്ടനെ അറിയിക്കുകയും ചെയ്തു. സണ്ണിച്ചേട്ടൻ ഇല്ലെങ്കിൽ ഇന്ന് FCMA എന്ന സംഘടന ഉണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത പേര് ഫൗണ്ടർ പ്രസിഡന്റ് എന്നോ സ്റ്റാർട്ടർ പ്രസിഡന്റ് എന്നോ പറയാം. കൺവീനർ എന്ന് ഇട്ടത് ഒരാൾ മിസ്റ്റേക്ക് എല്ലാവരും കണ്ടുപിടിക്കാൻ സാധിച്ചു. പക്ഷെ അദ്ദേഹമാണ് ഈ തലമുറയുടെ കാരണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നാം FCMA പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് FCMAക്ക് സ്വന്തമായൊരു സ്ഥലം, സ്വന്തമായൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളേവരും അതിന് ഒത്തുചേർന്ന് സഹകരിക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ ഐകമത്യം മഹാത്മനം പോലെ അത് തീർച്ചയായും നടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണമാണ് അതിന് ഏറ്റവും ആവശ്യം. ഇനി മുമ്പോട്ടുള്ള കാൽവയ്പ്, FCMAയുടെ കാൽവയ്പ് നല്ല നല്ല കാൽവയ്പുകളുടെ ആകട്ടെ. ഇതിനു മുമ്പും നല്ല നല്ല കാഴ്ചകളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് സോവനിയറിൽ കൂടി നല്ലൊരു എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അത് അന്നത്തെ കൺവീനർ PRO ആയിരുന്ന തോമസ് ജോട്ടി കുര്യൻ രണ്ടുപേരുമായിരുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ചത്. അപ്പോൾ ഇതിനൊന്നും നമുക്ക് ഒരു നല്ല ഭാവി കൈവരണമെന്ന് ആർക്കും ആഗ്രഹമുണ്ടാവും അല്ലേ? നമുക്കൊരു നല്ല ഭാവി കൈവരണം. നമ്മുടെ FCMA തലയുയർത്തി നിൽക്കുന്ന കോയമ്പത്തൂരിലെ വലിയ സംഘടന തന്നെയായി തീരണമെന്ന് ഞാൻ ആശംസിച്ചുകൊണ്ടും എനിക്ക് ഈ അവസരം തന്നതിനും എന്നെ തിരഞ്ഞെടുത്തതിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ മക്കളെ ഉപസംഹരിക്കുന്നു. പഴയ പ്രസിഡന്റ് MC ജോസഫ് ഒരു പുതുജീവൻ നമ്മുടെ ഈ FCMA വന്നു. നമ്മുടെ FCMA ഈ ഓഫീസ് എടുത്തു, ഒരു പുതിയ സംരംഭം തുടങ്ങി. അങ്ങനെ വളരെയധികം പുരോഗമനപരമായ പല പദ്ധതികളും MC ജോസഫ് നടത്തി. അദ്ദേഹത്തിൻ്റെ കാലാവധിയിൽ വളരെയധികം പുരോഗതി നമ്മുടെ സംഘടനയിൽ. പുതിയ പ്രസിഡന്റ് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്ങനെയായാലും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 3 സ്ഥലവും ഓഫീസ് കെട്ടിടവും പണിയാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് അതിനുവേണ്ടി എല്ലാവരും സഹകരണം ആവശ്യപ്പെട്ടു. നമ്മളെല്ലാവരും അവരെ സഹകരിക്കാൻ തയ്യാറാണ്. നമ്മുടെ FCMAക്ക് ഒരു ഓഫീസ് ബിൽഡിംഗ് സ്വന്തമായിട്ടുണ്ടാകണമെന്നുള്ള നമ്മുടെ ആഗ്രഹം തന്നെയാണ്. പ്രസിഡന്റ് അത് വിചാരിച്ചാൽ നടത്താവുന്നതാണ്. പ്രസിഡന്റിനെ എല്ലാവരും നമുക്ക് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു തന്ന ശ്രീമതി രാധാകൃഷ്ണൻ റിട്ടയർഡ് രജിസ്ട്രാർ മധ്യ യൂണിവേഴ്സിറ്റിയാണ്. റിട്ടയർഡാണ്, വളരെ പഴയമുള്ള രജിസ്ട്രാറാണ്. എങ്കിലും ഇവിടെ നമ്മുടെ ഈ പരിപാടിയുടെ പ്രവർത്തനത്തിന് സലാം വേണ്ടി എല്ലാം വളരെ ബുദ്ധിമുട്ടി നമ്മൾ സഹകരിച്ചത്